ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു GK പോർഷനിലെ ഒരു ഭാഗമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. RBIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് RBIയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കിപ്പോയാലോ. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ ബാങ്ക് ആണ് അല്ലെ, അല്ലെങ്കിൽ സുപ്രീം ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഈ ഒരു ബാങ്ക് ഫോം ചെയ്തത് എന്നാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എപ്പോഴാണ്? ഏപ്രിൽ 1, 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. നമ്മുടെ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ നരിമാൻ പോയിന്റ് ആണ്. അപ്പം അത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെയാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് RRB പരീക്ഷകളിൽ ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മുടെ RBIയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? RBIക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ RBIനെ ബാങ്കുകൾ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പണനയം, മോണിറ്ററി പോളിസിന്റെ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത് RBI ആണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് RBIയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ RBIനെ ബാങ്കുകളുടെ ബാങ്ക് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്നൊക്കെ RBIനെ വിളിക്കാറുണ്ട്. പിന്നെ RBI എന്താ ചെയ്യുന്നത്? 1 രൂപ ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിക്കുന്നത് ആരാണ്? RBI ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് RBIന്റെ കൂടുതൽ പോയിന്റ്സുകൾ നോക്കാം. RBI എങ്ങനെയാണ് വന്നത്? ഹിൽട്ടൺ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷന്റെ റെക്കമെൻഡേഷനിലൂടെയാണ് നമ്മുടെ RBI ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹിൽട്ടൺ കമ്മീഷൻ വേറൊരു പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്. ആ പേരാണ് എന്ത്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഹിൽട്ടൺ കമ്മീഷൻ വന്നത് എപ്പോഴാണെന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. എപ്പോഴാണ്? 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ വന്നിട്ടുള്ളത്. അപ്പം ഹിൽട്ടൺ യങ് കമ്മീഷന്റെ മറ്റൊരു പേരെന്തായിരുന്നു? റോയൽ കമ്മീഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 ഫോം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്പോഴാണ് നാഷണലൈസ് ചെയ്തതെന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. 1949 ജനുവരി 1 നമ്മുടെ RBI എന്ത് ചെയ്തത്? ദേശസാൽക്കരിക്കപ്പെട്ടത് അല്ലെങ്കിൽ നാഷണലൈസ് ചെയ്യപ്പെട്ടത്. അപ്പൊ അവിടെ നമ്മൾ മുന്നേ RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പഠിച്ചിരുന്നു. മുംബൈയിൽ നമ്മൾ ഹെഡ്ക്വാർട്ടേഴ്സ് പഠിച്ചു. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. RBIന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ കേരള എവിടെയാണെന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. കേരളത്തിലെ RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇവിടെ പിക്ചറിൽ RBIയുടെ എംബ്ലം ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് RBIയുടെ സിമ്പിൾ എന്ന് പറയുന്നത്? ടൈഗർ ആണ്. ടൈഗറിന്റെ ബാക്കിലായിട്ട് എന്തിന്റെ ലോഗോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും? എണ്ണപ്പനയുടെ ലോഗോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, യെല്ലോ കളറിൽ. അപ്പൊ ഈ ലോഗോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അപ്പം ഓയിൽ പാം ആൻഡ് ടൈഗർ ആണ് നമ്മുടെ RBIയുടെ ലോഗോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ RBIനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. RBIയുടെ ഗവർണേഴ്സിനെ പറ്റി നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. RBIയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. ഏത് ഇയറിലാണ്? 1935-37 ടൈം പീരീഡിലാണ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുന്നേ ആണ് അല്ലെ. അപ്പൊ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യത്തെ ഗവർണർ. അങ്ങനെയാണെങ്കിൽ RBIയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഇന്ത്യൻ ഗവർണർ, ഫസ്റ്റത്തെ ഇന്ത്യൻ ഗവർണർ ആരാണ്? CD ദേശ്മുഖ് ആണ്. ഏതായിരുന്നു അദ്ദേഹത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്? 1943-49 ആണ്. ഇനി നമ്മൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചു വെക്കുക. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യൻ RBIയുടെ ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരേ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ 13ാമത്തെ RBI ഗവർണർ ആയിരുന്നെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ RBI ഗവർണർ ആയിട്ട് ഏറ്റവും കൂടുതൽ കാലം സെർവ് ചെയ്ത ഗവർണർ ആരാണെന്ന് അറിയാമോ? അത് ബനഗൽ രാമറാവു ആണ്. ബനഗൽ രാമറാവു ആണ് ലോങ്സ്റ്റ് സെർവിംഗ് ഗവർണർ ഓഫ് RBI എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് നോട്ടിൽ സൈൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ RBI ഗവർണർ ആരാണ്? ജെയിംസ് ടൈലർ ആണ് കേട്ടോ. ജെയിംസ് ടൈലർ ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? നമ്മുടെ ബാങ്ക് നോട്ടിൽ സൈൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ RBI ഗവർണർ ആണ് ജെയിംസ് ടൈലർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചു വെക്കേണ്ടത് M നരസിംഹയാണ്. M നരസിംഹ എന്ന് പറയുന്നത്
ആദ്യം RBI ഒരു ഓഫീസർ ആയിരുന്നു. അപ്പം അദ്ദേഹം പിന്നീട് എന്തായി? RBI ഗവർണർ ആയി. അപ്പം M നരസിംഹനെ നിങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത്. M നരസിംഹ ആരാണ്? ഫസ്റ്റ് RBI ഓഫീസർ ടു ബിക്കം RBI ഗവർണർ. അങ്ങനെയാണെങ്കിൽ സുധാ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് RBIയിലെ ഫസ്റ്റ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ്. RBIയുടെ ഫസ്റ്റ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ് സുധാ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരാളാണ് CD ദേശ്മുഖ്. നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. ഇവിടെ ഒന്നും കൂടി നിങ്ങൾ പഠിക്കുക. CD ദേശ്മുഖ് എന്ന് പറയുന്നത് ബ്രെട്ടൻസ് വുഡ് കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരനും കൂടി ആരെന്ന് പറയുന്നത് CD ദേശ്മുഖ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഇപ്പം 26ാമത്തെ RBI ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 26ാമത്തെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ RBI ഗവർണേഴ്സിനെയൊക്കെ പഠിച്ചു. ഇനി നമുക്ക് RBIയുടെ പ്രധാനപ്പെട്ട ലോക്കൽ ബോർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. RBIക്ക് പ്രധാനമായിട്ടും 4 ലോക്കൽ ബോർഡ്സ് ആണുള്ളത്. ഈ 4 ലോക്കൽ ബോർഡ്സിലും എന്തുണ്ട്? 4 മെമ്പേഴ്സും ഉണ്ട്. ഈ മെമ്പേഴ്സിനെയൊക്കെ നോമിനേറ്റ് ചെയ്യപ്പെട്ട മെമ്പേഴ്സ് ആണ്. ഡയറക്ടർമാരായിരിക്കും ഈ മെമ്പേഴ്സിനെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത്. ഈ 4 ലോക്കൽ ബോർഡ്സ് എവിടെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. എവിടെയൊക്കെയാണ്? മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി. അതായത് ഓരോ സോണിലായിട്ടാണ് ഈ 4 ലോക്കൽ ബോർഡ്സും സ്ഥിതി ചെയ്യുന്നത്. അപ്പം റിസർവ് ബാങ്ക് ആണ് ഈ ഒരു 4 ലോക്കൽ ബോർഡ്സിൽ 4 മെമ്പേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ 4 മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മെമ്പേഴ്സിന്റെ ഒരു കാലാവധി എത്രയെന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവരുടെ ഒരു മെമ്പറുടെ കാലാവധി എന്ന് പറയുന്നത് ആ ഒരു പൊസിഷനിൽ ഇരിക്കാനുള്ള ഒരു ടെന്യൂർ എന്ന് പറയുന്നത് 4 വർഷമാണ്. അപ്പൊ ഇവിടെ മൊത്തം ഒരു 4ന്റെ കണക്കാണെന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു 4 സോൺസുകൾ ഉണ്ട്. ഈ 4 സോൺസുകളിലാണ് നമ്മുടെ ഈ 4 ലോക്കൽ ബോർഡ്സ് സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ 4 ലോക്കൽ ബോർഡ്സും 4 സോൺസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഈ RBIയുടെ സോണൽ ഓഫീസസ് ഏതൊക്കെയാണെന്നും കൂടി നോക്കാം. നമുക്ക് 4 സോൺസുകളാണ് ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. 4 സോൺസുകളാണുള്ളത്. ഒന്ന് നോർത്തേൺ സോൺ, ഒന്ന് ഈസ്റ്റേൺ സോൺ, മറ്റൊന്ന് വെസ്റ്റേൺ സോൺ, പിന്നൊന്ന് സദേൺ സോൺ. അപ്പൊ സദേൺ സോണിലാണ് നമ്മുടെ ഏത് ലോക്കൽ ബോർഡ് ഉള്ളത്? ചെന്നൈ ലോക്കൽ ബോർഡ് ഉള്ളത്. നോർത്തേൺ സോണിലാണ് ഡൽഹി ലോക്കൽ ബോർഡ് ഉള്ളത്. ഈസ്റ്റേൺ സോണിലാണ് നമ്മുടെ കൊൽക്കത്ത ലോക്കൽ ബോർഡ് ഉള്ളത്. വെസ്റ്റേൺ സോണിലാണ് മുംബൈ ലോക്കൽ ബോർഡ് ഉള്ളത്. അപ്പൊ ഈ 4 സോണുകളും 4 ലോക്കൽ ബോർഡ്സും ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പൊ നമ്മൾ ഇനി നോക്കേണ്ടത് RBIയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. RBIയുടെ ഫങ്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എന്തൊക്കെയാ RBIയുടെ ഫങ്ഷൻസ്? നോട്ട് ഇഷ്യൂയിങ് ഏജൻസി. ഞാൻ നിങ്ങളോട് പറഞ്ഞു 1 രൂപ നോട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? RBI ആണ്. പിന്നെ RBI എന്തെന്നറിയപ്പെടാറുണ്ട്? ബാങ്കുകളുടെ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് അറിയപ്പെടാറുണ്ട്. അതായത് ബാങ്കുകൾക്കൊക്കെ ഒരു ഫിനാൻഷ്യൽ എമർജൻസി വരുമ്പോൾ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. പിന്നെ RBI എന്താ ചെയ്യുന്നത്? കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. നമ്മൾ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. പിന്നെ എന്താണ്? ഗവൺമെന്റിന് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നതും ആരാണ്? RBI ആണ്. അതുകൊണ്ട് RBI എന്തെന്നറിയപ്പെടാറുണ്ട്? ബാങ്കർ ടു ദ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബാങ്ക് എന്നും RBI അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് എന്ന് RBI അറിയപ്പെടാറുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ആവശ്യത്തിന് ഒരു എമർജൻസി ആയിട്ട് നമുക്ക് ആരെങ്കിലും അവസാനമായി കാണാനുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് പോകുന്നത് എവിടെയാണ്? RBIയുടെ അടുത്തോട്ടേക്കാണ്. അതുകൊണ്ടാണ് RBI എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ RBI എന്ത് മാനേജ് ചെയ്യുന്നുണ്ട്? എക്കോണമിയിലെ മണി സപ്ലൈനെ മാനേജ് ചെയ്യുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ RBI ഒരു പേരിലും കൂടി അറിയപ്പെടാറുണ്ട് മാനേജർ ഓഫ് പ്രൈസ് സ്റ്റെബിലിറ്റി. അതായത് പ്രൈസ് സ്റ്റെബിലിറ്റിനെ മാനേജ് ചെയ്യുന്നതും RBI ആണ്. അപ്പൊ ഇത്രയാണ് RBIയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ RBIയുടെ ഫങ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? RBIയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. On which commission's recommendation Reserve Bank of India was established? ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് റിസർവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നമ്മളിപ്പോ പഠിച്ചു നിർത്തിയതേ ഉള്ളൂ അല്ലെ? ഏതാണ്? ഇതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. ഇതിന്റെ ആൻസർ എന്താണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. ഓപ്ഷൻ ബി
ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് RBI നിലവിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following is not the work of RBI? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ RBIയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ബാങ്ക് ഓഫ് ദി ബാങ്ക്സ് ആണോ, ക്രെഡിറ്റ് കൺട്രോളർ ആണോ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ കറൻസി ആണോ, അലോക്കേറ്റിംഗ് ഫണ്ട്സ് ഡയറക്ട്ലി ടു ദ ഫാർമേഴ്സ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആണോ? നമ്മളിപ്പോൾ RBIയുടെ ഫംഗ്ഷൻസ് പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, അലോക്കേറ്റിംഗ് ഫണ്ട്സ് ഡയറക്ട്ലി ടു ദ ഫാർമേഴ്സ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൂ മീൻസ് ദ കോയിൻസ് ഇൻ ഇന്ത്യ? ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു 1 രൂപ നോട്ടും കോയിൻസും ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിക്കുന്നത് RBI ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ കോയിൻസ് മിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണോ, RBI ആണോ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ആണോ, അതോ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി ആണോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? നമുക്ക് എന്തായാലും അറിയാം. ഇതിന്റെ ആൻസർ RBI അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിന്റെ ആൻസർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഈ ഒരു സാധനം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ ഇന്ത്യയിൽ കോയിൻസ് മിന്റ് ചെയ്യുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. When was RBI nationalized? RBI നാഷണലൈസ് ചെയ്തത് എപ്പോഴായിരുന്നു? 1935 ആണോ, 49 ആണോ, 29 ആണോ, 1914 ആണോ? 1935 അല്ലെന്ന് നമുക്കറിയാം. കാരണം 1935 RBI നിലവിൽ വരികയാണ് ചെയ്തത്. RBI നാഷണലൈസ് ചെയ്തത് എപ്പോഴാണ്? 1949 ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു വാസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫ്രം ഇന്ത്യൻ ഒറിജിൻ? അല്ലെ, അവിടെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ അല്ലെ. ഇന്ത്യൻ ഒറിജിൻ അല്ലെ, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആദ്യത്തെ RBI ഗവർണർ ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പം ചിലർ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വേഗം പോയിട്ട് ഓസ്ബോൺ സ്മിത്ത് കുത്തും. ഇവിടെ ഇന്ത്യൻ ഒറിജിൻ എന്നുള്ളത് ചിലർ ശ്രദ്ധിക്കില്ല. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാവുള്ളൂ. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, CD ദേശ്മുഖ് ആണ്. CD ദേശ്മുഖ് ആണ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള RBIയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഒറിജിൻ എന്നൊരു സാധനം, അവിടെ ഒരു വാക്ക് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതിന്റെ ആൻസർ ഏതാവുമായിരുന്നു? ഓസ്ബോൺ സ്മിത്ത് ആവുമായിരുന്നു. അപ്പോൾ നമ്മൾ RBIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? വീണ്ടും വീണ്ടും പഠിച്ച് റിവൈസ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നൊക്കെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഓരോ ടോപ്പിക്സും ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളൊരു ട്രാക്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക് വൈസ് എക്സാംസ് ലഭിക്കുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും ആ ലൈവ് ക്ലാസ്സുകളുടെ PDF നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മെന്റർഷിപ്പ് സപ്പോർട്ടിംഗ് പ്രോഗ്രാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ലഭിക്കുന്ന ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് ക്ലാസ്സസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീക്ക്ലി ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.